കുരുക്ഷേത്ര യുദ്ധത്തിൽ കർണനും പാണ്ഡവരും. 17-ാം നാൾ കർണൻ സഹോദരങ്ങളായ യുധിഷ്ഠിരൻ, നകുലൻ, സഹദേവൻ, ഭീമൻ എന്നിവരുമായി ഏറ്റുമുട്ടി. പാണ്ഡവർ തങ്ങൾ എതിർക്കുന്നത് സ്വന്തം ജ്യേഷ്ഠനെയാണെന്നറിയാതെയും കർണൻ താൻ എതിർക്കുന്നത് തൻ്റെ അനുജന്മാരെയാണെന്ന് അറിഞ്ഞുകൊണ്ടും അതിനാൽ തന്നെ പാണ്ഡവരെ വധിക്കുവാൻ കഴിയുമായിരുന്നു. എങ്കിലും സൂര്യപുത്രൻ അത് ചെയ്തില്ല. 17-ാം നാളിലെ കർണനും പാണ്ഡവരും തമ്മിൽ നടന്ന പോരാട്ടത്തിൻ്റെ കഥ. ഏവർക്കും ഇതിഹാസ എപ്പിക്കിലേക്ക് സ്വാഗതം. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 17-ാം നാൾ കൃപാചാര്യൻ, ശകുനി, ദുശാസനൻ, അശ്വത്ഥാമാവ് തുടങ്ങിയ മഹാരഥന്മാരെല്ലാം നേരത്തെ തന്നെ പോർക്കളത്തിലെത്തി സൈന്യങ്ങളെ വ്യൂഹബന്ധം ചെയ്തു കഴിഞ്ഞിരുന്നു. എല്ലാവരും കർണന്റെ വരവിനായി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശല്യനാൽ തെളിക്കപ്പെട്ട കർണരഥം പൊടിപടലങ്ങൾ പടർത്തി രണാങ്കണത്തിലേക്ക് എത്തിയത്. ആദിത്യനും അഗ്നിയും ഒരേ മേഘത്തിൽ കയറി വരുന്നത് പോലെയുള്ള കർണന്റെയും ശല്യരുടെയും വരവ് കണ്ടപ്പോൾ കൗരവ ഭടന്മാർ ആർത്തു വിളിച്ചു. അനേകായിരം ഭേരികളും വാദ്യഘോഷങ്ങളും മുഴങ്ങി. ആകാശത്തും മേഘധ്വനി പോലെ ശബ്ദഘോഷങ്ങൾ പൊങ്ങി. അന്ന് കൗരവർ ചമച്ചത് ബാർഹസ്പത്യ വ്യൂഹമായിരുന്നു. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന സൈന്യം അണിയണിയായി നിൽക്കുകയും മഹാരഥന്മാരായ കൗരവ പ്രമുഖർ അതിൻ്റെ മർമ്മഭാഗങ്ങളിലെല്ലാം നിലയുറപ്പിച്ച് അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ കർണൻ അത്യധികമായി സന്തോഷിച്ചു. കർണന്റെ കണ്ണുകൾ അർജുനനെ തിരഞ്ഞുകൊണ്ട് പാണ്ഡവ നിരയിൽ ഓടി നടന്നു. പാണ്ഡവ സൈന്യവും അണിനിരന്നു കഴിഞ്ഞു. ഭേരീനാദങ്ങളും അട്ടഹാസങ്ങളും ശംഖുവിളികളും ആകാശത്തെ പിളർന്നു. സാത്വികി, ഭീമൻ, ദൃഷ്ടദ്യുമ്നൻ, യുധിഷ്ഠിരൻ, നകുല സഹദേവന്മാർ തുടങ്ങിയവരെല്ലാം പാണ്ഡവ നിരയിലുണ്ട്. പെട്ടെന്ന് കൃഷ്ണാർജുന രഥം ഒരു മിന്നൽ പിണർ പോലെ പാണ്ഡവ സൈന്യത്തിന്റെ മുന്നിലെത്തി. യുധിഷ്ഠിരൻ അർജുനന്റെ അടുത്തെത്തി കൗരവർ ചമച്ച വ്യൂഹത്തെപ്പറ്റി സംസാരിച്ചു. അതൊന്നും സാരമില്ലെന്നും കർണനെ താൻ വധിച്ചു കൊള്ളാമെന്നും പറഞ്ഞ് അർജുനൻ യുധിഷ്ഠിരന് ധൈര്യം പകർന്നു. തുടർന്ന് ശംഖുനാദം മുഴക്കി ഇരു സൈന്യവും ഏറ്റുമുട്ടി. ഇരുവിഭാഗത്തെയും പ്രമുഖർ മറുഭാഗത്തേക്ക് അസ്ത്രങ്ങൾ വർഷിച്ചുകൊണ്ടിരുന്നു. അവർ അന്യോന്യം വില്ലുമുറിച്ചു, കൊടിമരം തകർത്തു. ഭീമൻ, സാത്വികി, ദൃഷ്ടദ്യുമ്നൻ എന്നിവരുടെ ശരങ്ങളേറ്റ് ദുശാസനൻ ഉൾപ്പെടെയുള്ളവർ വിഷമിക്കുന്നത് കണ്ടപ്പോൾ കർണൻ തന്നെ അവരുടെ സഹായത്തിനെത്തി. രാധേയന്റെ ആയുധപ്രയോഗവും അസ്ത്രങ്ങളുടെ വ്യാപ്തിയും പാണ്ഡവ പ്രമുഖരെ പോലും ആശ്ചര്യപ്പെടുത്തി. എങ്കിലും ഭീമനും യുധിഷ്ഠിരനും സാത്വികിയും വിദഗ്ധമായി കർണശരങ്ങളെ തടഞ്ഞു. അവരുടെ ശരീരത്തിൽ ഒരു ശരം പോലും ഏൽപ്പിക്കുവാൻ കർണന് സാധിച്ചില്ല. ഭീമൻ കൗരവപ്പടയിലെ അനേകം ഭടന്മാരെയും ആനകളെയും കൊന്നൊടുക്കി. കർണന്റെ 4 പാടും അവന്റെ പുത്രന്മാരാണ് അവനെ സംരക്ഷിച്ചുകൊണ്ട് നിന്നിരുന്നത്. അവരിൽ ഒരാളെയും ഭീമൻ വധിച്ചു. ഇത് കണ്ട് കർണന്റെ മറ്റു 2 പുത്രന്മാരായ സുഷേണനും വൃഷസേനനും മുന്നിലേക്ക് വന്ന് പാണ്ഡവരെ എതിരിട്ടു. വൃഷസേനനെ സാത്വികി പരാജയപ്പെടുത്തി. സുഷേണനെ ഭീമൻ വധിക്കുമെന്ന നിലയിലായപ്പോൾ കർണൻ വന്ന് അവനെ സംരക്ഷിച്ചു. ഇത് കണ്ട യുധിഷ്ഠിരൻ കർണനോട് ഏറ്റുമുട്ടി. നീ കൗരവർക്ക് വേണ്ടി പാണ്ഡവരോട് വിദ്വേഷം വളർത്താൻ തുടങ്ങിയിട്ട് വളരെ കാലമായല്ലോ. ഇന്ന് നിന്റെ യുദ്ധക്കൊതി അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യുധിഷ്ഠിരൻ വീറോടെ പൊരുതി. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ പുഞ്ചിരിച്ചുകൊണ്ട് കർണൻ അസ്ത്രങ്ങൾ വർഷിച്ചുകൊണ്ടിരുന്നു. കുറച്ചു നേരം ഇതുപോലെ ഒരേ നിലയിൽ ഇരുവരും യുദ്ധം ചെയ്തു. ആർക്കും ജയപരാജയങ്ങൾ ഉണ്ടായില്ല. അപ്പോൾ യുധിഷ്ഠിരന്റെ കോപം വർദ്ധിച്ചു. അദ്ദേഹം അതിക്രൂരങ്ങളും വജ്രസമാനങ്ങളുമായ 2 അസ്ത്രങ്ങൾ എടുത്ത് കർണന്റെ നേർക്ക് തൊടുത്തു. അത് കർണന്റെ വയറിന്റെ ഇടതുഭാഗത്ത് തറച്ചു. അദ്ദേഹം മോഹാലസ്യപ്പെട്ടു തേരിൽ വീണു. കർണന്റെ വീഴ്ച ദുര്യോധനൻ ഉൾപ്പെടെയുള്ള കൗരവരെ നടുക്കി. പെരുമ്പറ കൊട്ടിയും ശംഖു വിളിച്ചും അട്ടഹാസങ്ങൾ മുഴക്കിയും പാണ്ഡവപ്പട ആകാശം മുഖരിതമാക്കി. അപ്പോഴേക്കും അർജുനൻ മറ്റൊരു ഭാഗത്ത് സംസപ്തകന്മാരെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു. ദൃഷ്ടദ്യുമ്നൻ, സാത്വികി, ഭീമൻ തുടങ്ങിയവർ കൗരവപ്പടയെ സംഹരിച്ചുകൊണ്ടിരുന്നു. കർണനെ വീഴ്ത്തിക്കഴിഞ്ഞ് യുധിഷ്ഠിരൻ അല്പസമയം വിശ്രമിച്ചു. അപ്പോഴേക്കും അലറിക്കൊണ്ട് കർണൻ മോഹാലസ്യത്തിൽ നിന്നുണർന്നു. ഉടൻ തന്നെ യുധിഷ്ഠിരന്റെ നേർക്ക് തേർ തെളിക്കുവാൻ ശല്യനോട് ആജ്ഞാപിച്ചു. യുധിഷ്ഠിരന്റെ മുന്നിലെത്തിയ കർണൻ കാണിച്ച പരാക്രമം വർണ്ണനാതീതമായിരുന്നു. ഇത് കണ്ട സാത്വികിയും മറ്റും യുധിഷ്ഠിരനെ സഹായിക്കാൻ എത്തിയെങ്കിലും അത് നിഷ്ഫലമായതേ ഉള്ളൂ.
മുറിവേറ്റ പുലിയെപ്പോലെ ചീറിപ്പാഞ്ഞ് അവൻ ക്ഷണനേരം കൊണ്ട് യുധിഷ്ഠിരന്റെ തേരും കുതിരകളെയും തകർത്തു. യുധിഷ്ഠിരൻ നിരായുധനായി വിഷണ്ണനായി കർണന്റെ മുന്നിൽ നിന്നു. ഗത്യന്തരമില്ലാതെ അദ്ദേഹം പിന്തിരിഞ്ഞു. കർണൻ ഉടൻ തന്നെ തന്റെ രഥത്തിൽ നിന്നും ചാടിയിറങ്ങി ഓടിച്ചെന്ന് യുധിഷ്ഠിരന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, എന്താണിത്, അങ്ങ് പിന്തിരിഞ്ഞോടുന്നു? ഉത്തമ വംശത്തിൽ പിറന്ന ക്ഷത്രിയരാരും യുദ്ധക്കളത്തിൽ നിന്ന് ഓടിയൊളിക്കാറില്ല. അങ്ങേക്ക് യുദ്ധം ചെയ്യാൻ അറിയില്ല. വല്ല യാഗമോ തപസ്സോ ചെയ്യുന്നതാണ് നല്ലത്. അപമാനിതനായ യുധിഷ്ഠിരൻ ഒന്നും പറയുവാനുള്ള ശേഷിയില്ലായിരുന്നു. അദ്ദേഹം മറ്റൊരു യോദ്ധാവിന്റെ തേരിൽ കയറി രക്ഷപ്പെട്ടു. തന്റെ തേരിലേക്ക് മടങ്ങിയെത്തിയ കർണൻ വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെയാണ് പിന്നീട് പോരാടിയത്. അവന്റെ ശരങ്ങൾ പാണ്ഡവപ്പടയുടെ എല്ലാ ഭാഗത്തും എത്തി. ഭടന്മാർ അഗ്നിയിൽ പതിക്കുന്ന ഈയാമ്പാറ്റകളെപ്പോലെ ചത്തുവീണു. സൈന്യം ചിന്നിച്ചിതറാൻ തുടങ്ങി. ഇത് കണ്ട് സാത്വികി, ഭീമൻ, ദൃഷ്ടദ്യുമ്നൻ തുടങ്ങിയവർ ഒന്നിച്ച് കർണനോട് ഏറ്റുമുട്ടി. അർജുനനെ തിരഞ്ഞ കർണന്റെ മുന്നിലേക്ക് ഭീമൻ നേരിട്ടെത്തി യുദ്ധം ആരംഭിച്ചു. എന്നാൽ അർജുനനെ വധിക്കുമെന്ന് തീരുമാനിച്ച കർണൻ ഭീമനുമായി പോരാടുവാൻ തയ്യാറായില്ല. എന്നാൽ ഭീമനുമായി ഏറ്റുമുട്ടുമ്പോൾ അർജുനൻ അവിടേക്ക് വരുവാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിച്ചപ്പോൾ കർണൻ ഭീമനോട് ഏറ്റുമുട്ടുവാൻ തീരുമാനിച്ചു. പിന്നീട് അതിഭയാനകമായ ദ്വന്ദ്വയുദ്ധമാണ് അവർ തമ്മിൽ നടന്നത്. അന്തകനെ പോലെ അതിഭയങ്കരനായ ഭീമനും ആദിത്യനെ പോലെ തീക്ഷ്ണവീര്യനായ കർണനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ പടക്കളം ഒട്ടാകെ നടുങ്ങി. ഭീമന്റെ വജ്രസമാനമായ ക്രൂരമ്പുകൾ സൂര്യപുത്രൻ തട്ടി നീക്കി. ഭീമനെ കർണൻ ശരങ്ങൾ കൊണ്ട് മൂടി. ഭീമൻ തീക്ഷ്ണങ്ങളായ രണ്ടമ്പുകൾ കർണന്റെ നേർക്കയച്ചു. അതു ലക്ഷ്യം തെറ്റാതെ കർണന്റെ മാറിൽ തറച്ചു. കർണൻ മോഹാലസ്യപ്പെട്ട് തേരിൽ വീണു. ഉടനെ ശല്യർ തേർ പിന്നിലേക്ക് ഓടിച്ചുകൊണ്ടുപോയി. ഭീമൻ ഉച്ചത്തിൽ അട്ടഹസിച്ചു. കൗരവസേനയിലേക്ക് ഇടതടവില്ലാതെ അസ്ത്രങ്ങൾ അയക്കുവാൻ തുടങ്ങി. സൈന്യം ചിന്നിച്ചിതറി 4 ഭാഗങ്ങളിലേക്കും ഓടുവാൻ തുടങ്ങി. ഉടനെ ദുര്യോധനൻ തന്റെ 5 സഹോദരങ്ങളെ ഭീമനോട് എതിർക്കുവാൻ നിയോഗിച്ചു. അവർ ഭീമനോട് ഏറ്റുമുട്ടി. ധാർത്തരാഷ്ട്രന്മാരെ തന്റെ മുന്നിൽ കിട്ടിയപ്പോൾ ഭീമൻ സന്തോഷിച്ചു. അവൻ നിഷ്പ്രയാസം അവരെ വധിച്ചു. അപ്പോഴേക്കും ശകുനിയുടെ നേതൃത്വത്തിൽ വമ്പിച്ച് ഒരാനപ്പട ഭീമനോട് എതിർക്കുവാനെത്തി. ഭീമൻ നിരവധി ആനകളെ വധിച്ചു. പരാജയഭീതി മൂലം ശകുനി പിൻവാങ്ങി. ഇതിനിടയിൽ യുധിഷ്ഠിരനും ദുര്യോധനും ഏറ്റുമുട്ടി. യുധിഷ്ഠിരനെ സഹായിക്കുവാൻ പലരും എത്തി. അവരെല്ലാവരും കൂടി ദുര്യോധന്റെ സൈന്യങ്ങളെ കൊന്നൊടുക്കി. ദുര്യോധനൻ അമ്പുകളേറ്റ് അവശനായി. ഇത് കണ്ട് മോഹാലസ്യത്തിൽ നിന്നുണർന്ന കർണൻ യുധിഷ്ഠിരനുമായി ഏറ്റുമുട്ടി. കർണശരങ്ങളേറ്റ് യുധിഷ്ഠിരൻ തേരിൽ വീണു. രഥം തിരിച്ചു വിടുവാൻ യുധിഷ്ഠിരൻ ആജ്ഞാപിച്ചു. തേർ തിരിക്കുവാൻ തുടങ്ങിയപ്പോഴേക്കും മഹാരാജാവിനെ പിടിക്കിനെന്ന് കർണൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട് കൗരവപ്പട യുധിഷ്ഠിരനെ വളഞ്ഞു. കേയേരും പാഞ്ചാലരും ഇത് കണ്ട് ഓടിയെത്തി. അവർ കൗരവ സൈന്യത്തോട് ഏറ്റുമുട്ടി. എന്നാൽ കർണന്റെ തീക്ഷ്ണ ബാണങ്ങളെ അതിജീവിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അവരെ കർണൻ വധിച്ചു. ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടു. അതോടെ പിന്തിരിഞ്ഞു പോകുന്ന യുധിഷ്ഠിരനെ കർണൻ പിന്നെയും ആക്രമിച്ചു. അപ്പോഴേക്കും നകുല സഹദേവന്മാർ യുധിഷ്ഠിരന്റെ രക്ഷയ്ക്കെത്തി. എന്നാൽ അവർക്കും അധിക നേരം കർണന്റെ മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ സാധിച്ചില്ല. കർണൻ യുധിഷ്ഠിരന്റെ കുതിരകളെയും കൊന്ന് രഥവും തകർത്തു. അതോടൊപ്പം നകുലന്റെ രഥവും തകർത്തു. യുധിഷ്ഠിരനും നകുലനും കൂടി സഹദേവന്റെ തേരിൽ കയറി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. അപ്പോൾ കർണൻ വീണ്ടും അസ്ത്രങ്ങൾ വർഷിക്കുവാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ യുധിഷ്ഠിരനെയും നകുലനെയും സഹദേവനെയും വധിക്കുവാനുള്ള ശ്രമമാണ് കർണൻ നടത്തുന്നത് എന്ന് ശല്യൻ സംശയിച്ചു. അദ്ദേഹത്തിന് അവരോട് അലിവ് തോന്നി. ശല്യൻ കർണനോട് ചോദിച്ചു, കർണ, നീ എന്തിനാണ് യുധിഷ്ഠിരനെയും മാതൃപുത്രന്മാരെയും വധിക്കുന്നത്? നിന്റെ യഥാർത്ഥ ശത്രു നീ കേൾക്കുന്നില്ലേ? അവൻ ദുര്യോധനോട് ഏറ്റുമുട്ടുകയാണ്. സാത്വികിയും ദൃഷ്ടദ്യുമ്നനും ഭീമനും ഒക്കെ അവന്റെ കൂടെയുണ്ട്. നീ ഉടനെ പോയി കൗരവ രാജാവിനെ രക്ഷിച്ചില്ലെങ്കിൽ അവർ അവനെ വധിക്കും. അവൻ വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ യുധിഷ്ഠിരനെയോ മാതൃപുത്രന്മാരെയോ വധിച്ചിട്ട് എന്തു കാര്യം? ശല്യൻ പറഞ്ഞത് ശരിയാണെന്ന് കർണന് തോന്നി. ഭീമന്റെ ഗർജനവും ഗാണ്ഡീവത്തിന്റെ ഞാണലിയും കേൾക്കുന്നിടത്തേക്ക് തേര് തെളിക്കുവാൻ കർണൻ ശല്യനോട് ആവശ്യപ്പെട്ടു. ഈ സമയം ശകുനിയുടെ നേതൃത്വത്തിൽ വമ്പിച്ച് ഒരു പട ആർത്തട്ടഹസിച്ചുകൊണ്ട് ഭീമനോട് എതിർക്കുവാനെത്തി. സൗബലനും തന്റെ സൈന്യവുമായി ഭീമരഥത്തെ വളഞ്ഞു. ഭീമൻ അശേഷം പതറാതെ വജ്രസമാനങ്ങളായ ശരങ്ങളയച്ച് എതിരാളികളെ അമ്പരപ്പിച്ചു. ചുരുങ്ങിയ സമയം കൊണ്ട് ശകുനിയുടെ സൈന്യത്തെ ഭീമൻ ഛിന്നഭിന്നമാക്കി. സൗബലനും ശകുനിയും ഭീമനുമായി പോരാടി. സൗബലന്റെ അമ്പുകൾ ശരീരത്തിൽ കൊണ്ട് മുറിവേറ്റ ഭീമൻ
സംഹാര രുദ്രനെ പോലെ അട്ടഹസിച്ചുകൊണ്ട് 100 കണക്കിന് ബാണങ്ങൾ ശകുനിയുടെ നേർ കഴിച്ചു. ശകുനിയുടെ കുതിരകളും സൂതനും വധിക്കപ്പെട്ടു. തേര് നശിച്ചു. ശകുനി നിസ്സഹായനായി. ഇത് കണ്ട ദുര്യോധനൻ ശകുനിയെ തന്റെ തേരിൽ കയറ്റി രക്ഷപ്പെടുത്തി. യുദ്ധക്കളത്തിന്റെ മറ്റൊരു ഭാഗത്ത് അർജുനൻ ഗാണ്ഡീവത്തിൽ നിന്ന് ഇടതടവില്ലാതെ ശരങ്ങൾ അയച്ച് തന്നെ എതിർക്കുവാൻ വന്ന കൗരവപ്പടയെ നശിപ്പിച്ചുകൊണ്ടിരുന്നു. അർജുന രഥം ദൂരത്തിൽ ദർശിച്ച ശല്യൻ അർജുനനെ ചൂണ്ടിക്കാട്ടിയിട്ട് കർണനോട് പറഞ്ഞു, കർണ, നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കൗന്ദയൻ അതാ വന്നിരിക്കുന്നു. കൃഷ്ണസാരഥിയായ രഥമതാ കാണുന്നു. ഇരുവരും കൂടി കൗരവപ്പടയെ ചിന്നിച്ചിതറിക്കുകയാണ്. അവൻ അജയ്യനായ രതിവീരനാണ്. അവനുമായി ധീരതയോടെ പോരാടുക. അവനെ എതിർക്കുവാൻ ലോകത്തിൽ നീയല്ലാതെ വേറൊരു ധനുർധരനെയും ഞാൻ കാണുന്നില്ല. കൃഷ്ണാർജുനന്മാരെ പോരിൽ മയക്കുവാൻ ശക്തിയുള്ളവനാണ് നീ. കൗരവർക്ക് ഇപ്പോഴുള്ള രക്ഷകൻ നീ മാത്രമാണ്. നിന്റെ യഥാർത്ഥ പൗരുഷം കാണിക്കേണ്ട സമയം ആഗതമായിരിക്കുന്നു. കർണൻ പറഞ്ഞു, ശല്യ, അങ്ങയ്ക്കിപ്പോൾ പാർത്ഥനെ ഭയമില്ലെന്ന് തോന്നുന്നു. അങ്ങയുടെ വാക്കുകൾ എനിക്ക് ഉന്മേഷം നൽകുന്നു. അർജുനനെ പോലെ ശക്തനായ ഒരു യോദ്ധാവ് ഈ ലോകത്തിലില്ല. അവൻ വളരെ ബാണങ്ങൾ ഒപ്പമെടുക്കും. അവ ഒന്നുപോലെ തൊടുക്കുകയും ചെയ്യും. ഏത് ലക്ഷ്യവും അവൻ ഭേദിക്കും. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവനോട് പോരാടാൻ ഇറങ്ങുന്നത്. ഇന്ന് എൻ്റെ കയ്യുക്കും അഭ്യാസശക്തിയും കണ്ടുകൊള്ളുക. ഒറ്റയ്ക്ക് ഞാൻ പാണ്ഡവപ്പടയെ മുടിക്കും. അർജുനനെ വധിക്കും. അല്ലാതെ ഞാൻ പോരിൽ നിന്നും പിന്മാറുകയില്ല. അല്ലെങ്കിൽ അവൻ എന്നെ വധിച്ചേക്കാം. എന്തുതന്നെയായാലും കൊന്നിട്ടോ കൊല്ലപ്പെട്ടിട്ടോ ഞാൻ കൃതാർത്ഥനാകും. തുടർന്ന് കർണരഥം അർജുനനെ ലക്ഷ്യമാക്കി പാഞ്ഞു. അർജുനന്റെ മുന്നിലെത്തിയ കർണൻ തൻ്റെ കയ്യിലിരുന്ന ധനുസ് തേരിൽ വച്ചിട്ട് താൻ ഇതുവരെ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത തൻ്റെ ഗുരുവായ ഭഗവാൻ പരശുരാമൻ നൽകിയ വിജയധനുസ് കയ്യിലെടുത്തു. അതിൽ ഭാർഗവാസ്ത്രത്തെ തൊടുത്തുവിട്ടു. ഒരു ശരമേ കർണൻ അയച്ചു എങ്കിലും 100ഉം 1000ഉം ശരങ്ങൾ പാണ്ഡവപ്പടയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ വർഷിക്കുവാൻ തുടങ്ങി. കുരുക്ഷേത്ര യുദ്ധത്തിലെ ഏറ്റവും കരുത്തുറ്റ 2 യോദ്ധാക്കൾ തമ്മിലുള്ള ശക്തമായ പോരാട്ടത്തിന് ദേവകൾ പോലും സാക്ഷിയായി. അർജുനന്റെ ഗാണ്ഡീവവും കർണന്റെ വിജയധനുസും തമ്മിൽ ഏറ്റുമുട്ടുവാൻ തയ്യാറായി. ശ്വേതവർണ്ണങ്ങളായ കുതിരകളെ പൂട്ടിയ തേരിൽ രാധേയനെ കണ്ടപ്പോൾ കൃഷ്ണൻ പുഞ്ചിരി തൂകിക്കൊണ്ട് കിരീടിയോട് പറഞ്ഞു, അർജുന, പുത്രശോകാർത്ഥനായ കർണൻ അതാ നിന്നോട് എതിർക്കുവാൻ വരുന്നു. അവന്റെ രഥവും വില്ലും ഇരിപ്പും ഭാവവും നീ കാണുന്നില്ലേ? യഥാർത്ഥത്തിൽ അവൻ അജയ്യനാണ്. ദേവാസുരന്മാർ ഒരുമിച്ച് വന്നെതിർത്താലും അവനെ ജയിക്കുവാൻ പ്രയാസമാണ്. അർജുന, നീ ധൈര്യം കൈക്കൊള്ളുക. പ്രഗത്ഭനായ കർണന്റെ ശരങ്ങളെ തടുക്കുവാനുള്ള ശക്തി നിനക്കല്ലാതെ മറ്റാർക്കുമില്ല. നീ ഇന്ന് കർണനെ കൊല്ലണം. അതിന് തയ്യാറായിക്കൊള്ളുക.